ഇന്ത്യയിൽ ഇതേവരെ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. പ്രഭാസ് വേറെ ലെവലാണ്. പ്രഭാസ് മാത്രമല്ല, ഒരുപാട് മൾട്ടി സ്റ്റാർ പടമാണ്. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പടം വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ്. മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അത് ലാഗായിട്ട് പറയാൻ പറ്റില്ല. അത് ആ കഥ എങ്ങനെ തന്നെ പറഞ്ഞാല് നമുക്ക് കൺവിൻസ് ആകത്തോ. എത്ര പേർക്ക് പുരാണം അറിയാമോ ഒന്നും നമുക്കറിയത്തില്ല. ഇനി ഇത് വരാൻ പോകുന്ന യുഗവും പുരാണവും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. കുഴപ്പമൊന്നുമില്ല. ഇത് ബോളിവുഡ് പോലത്തെ പടം. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഈ പടം കാണുന്നത്. നമ്മളെ ബാഹുബലിയൊക്കെ പോലെ ഇപ്രാവശ്യം ഇത് എടുക്കും. ഈ ദിനം അയച്ചു പടം വേറെ പറഞ്ഞു. കാരണം ഞാൻ ഇത് ഇത്രയൊന്നും പ്രതീക്ഷയില്ല. ദുൽഖർ, അമിതാഭ് ബച്ചൻ അവരുടെ പെർഫോമൻസ്, പിന്നെ ബാഹുബലിത്തെ ചുള്ളൻ, ആ ചുള്ളന്റെ ശരിക്ക് എന്താ പറയാ മോനാവേണ്ടിയിരുന്നു. ഇത് ദുൽഖർ തന്തായത് ആകെ മോശമായി. അവന്റെ മോനായിരുന്നു ദുൽഖർ. അത് അപ്പൊ ഒന്നുകൂടി കൊടുക്കും. പിന്നെ വില്ലൻ വേറെ ലെവൽ. പക്ഷെ ലാസ്റ്റ് കമൽഹാസന്റെ ഒരു ഇതില്ലേ, ഞാൻ പിന്നീടാണ് മനസ്സിലായത് കമൽഹാസനാണ്. അയ്യോ ആയിരിക്കാൻ പറ്റിയോ വൈബ് പഠിച്ച ഇതാണ് വൈബ്. വൈബ് നോക്ക്, റോമൊക്കെ സല്യൂട്ട് അടിക്കുന്ന പോലെ ലാസ്റ്റ് മുകളിൽ ആദ്യം പേടിച്ച്. കാരണം ആ പെണ്ണിനെ തയ്ച്ചു വരുമ്പോ ആകെ ഞാൻ വിഷമിച്ച. ആ കുട്ടീനെ ആ തീയിൽ പറയുമ്പോ ആളേക്കാൻ വയ്യ. കിടക്കാച്ചാൽ വമ്പ കിടക്കാച്ചി. ഞാൻ അടുത്ത പടഞ്ഞ് തിങ്ങട്ട് വൈബാവും. ഇന്ത്യ പടം പറയുന്നുണ്ട്. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ. ഇവിടെ ഒരാൾ ഇത് തല്ലല്ല, ഇത് കണ്ട ആൾക്കാർ പറയാം എങ്ങനെയുണ്ടെന്ന്. ഞാൻ തല്ലില്ല, ഞാൻ കണ്ട് സത്യം പറയല്ലോ. നിങ്ങൾ കണ്ടില്ല റോമന്നത് കസാലൊക്കെ എങ്ങനെ കുളിങ്ങണ പോലായി. അതിന്റെ ഡെക്കറേഷനും ആ സാധനങ്ങളൊക്കെ ഒന്നും പറയണ്ട. കിടക്കാച്ചി വൈബ് പടച്ച വൈബ്. പിന്നെ കർച്ചിലൊക്കെ വന്ന് ഈ ആ പെണ്ണിന്റെ ഇത് കണ്ടപ്പോ സങ്കടപ്പെടണം. ഞാൻ കറങ്ങി. പക്ഷെ എന്നാൽ ലാസ്റ്റ് ആ മ്യൂസിക്, ഇന്റർനാഷണൽ തോക്കിന്റെ വെടിവെക്കല്, ഗെയിം ഒരിക്കണ പോലെ വെടിവെക്കല്, കമൽഹാസന്റെ അടുത്ത് മൊത്തത്തില് ഒരു ഇന്റർവെൽ വരെ എന്ന ഒരു ശക്കല ഒരു ലാഗ് തോന്നി. പക്ഷേ ഇന്റർവെൽ കഴിഞ്ഞ് പടം വേറെ ലെവലാവുക. അതായത് അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ വേറെ ലെവൽ കയറി തകർത്തു. ഉഗ്രം പടം എന്ന് വെച്ചാൽ അടുത്ത ഭാഗത്തിന് വേണ്ടി നോക്കി നിൽക്കും. അതുപോലെ മലയാളത്തിൽ ഒരു ഇന്ത്യൻ സിനിമ ഇതുപോലെ ഒരു മേക്കിംഗ് ഞാൻ കണ്ടിട്ടില്ല. അത്രയും തകർപ്പ് ഒരു ആ ലെവലിൽ തന്നെ അവർ ഇന്റർവെൽ കഴിഞ്ഞാൽ അവസാനം കമൽഹാസന്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. ഒന്നും പറയാതെ പറഞ്ഞല്ലോ. അമിതാഭ് ബച്ചൻ മുതൽ ദുൽഖർ വരെ എല്ലാരും പടത്തിലുണ്ട്. കാലക്ക് തൂത്തു വാരി എന്ന് പറയുന്നത്. അല്ല, എനിക്ക് ഡബിങ്ങിന് ഒരു പ്രശ്നമല്ല കേട്ടോ. നമുക്ക് ഒരു അങ്ങനെ തോന്നിയല്ല, തെലുങ്ക് പടമായിട്ടും തോന്നിയല്ല. നല്ല ഉഗ്രൻ സ്ക്രിപ്റ്റാണ് ചെയ്തിരിക്കുന്നത്. മലയാളത്തിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന കിടുപ്പിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിപൊളി സെക്കൻഡ് പാർട്ട് കാണാനല്ലോ. അതാ അവസാനം കൈയടി കാരണം ഒന്നും കേൾക്കത്തില്ലായിരുന്നു. ഒരു കമൽഹാസന്റെ ഒരു വരവുണ്ട് അവസാനം കിട്ടില്ല. പടം ലൈക്ക് ആൻ ഹോളിവുഡ് ഫിലിം. ഒരു ഇന്ത്യൻ ഫിലിം നമുക്ക് പറയില്ല. മേക്കിങ്ങിലെല്ലാം ഒരുപാട് റിച്ച്നെസ്, ആർട്ട് വർക്ക്, BGM, സ്റ്റാർ വാല്യൂ എല്ലാം കൊണ്ടും നല്ലൊരു ഹോളിവുഡ് പടം. ഇന്ത്യൻ ഫിലിമില് ഇന്ത്യൻ ആർട്ടിസ്റ്റിനോട് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ആ സംവിധായകന് ഒരു ബിഗ് സല്യൂട്ട്. വിളയാടില്ലേ, അമിതാഭത്തെ തകർത്തു. പിന്നെ നമ്മുടെ അർണാബൻ, പിന്നെ പശുപതി, പിന്നെ എനിക്ക് പേര് പറയാൻ പറ്റാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ. അല്ലെങ്കിൽ ഒരു ഹോളിവുഡ് ഫിലിം എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഗംഭീര പടം എന്ന് പറഞ്ഞാൽ ഗംഭീര പടം. ഒരു രക്ഷയില്ല. ആ തിയേറ്ററിലെ ആരവം ഓരോ ആൾക്കാരെ കാണിക്കുമ്പോഴും ഇതിൽ നമ്മൾ പറയാനുള്ള മലയാളികളും എല്ലാരും ഗംഭീരം. അന്നാബൻ, ദുൽഖർ, അമിതാഭ് ബച്ചൻ, ദുൽഖറൊക്കെ അടിച്ചു പോയിട്ട് പ്രഭാസൊക്കെ തൂത്തുവാരി എന്താ കാണിക്കുന്നത്, അടിച്ച് കസറിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗംഭീര, ഇത് വെച്ചാൽ ഇന്ത്യൻ സിനിമ കണ്ട ഒരു ചരിത്രമായി മാറാൻ പോകുന്ന സിനിമയാണ്. ഇതിനകത്ത് ഇനി ക്യാമിയോ ഒന്നും പറയുന്നില്ല. എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ദൃശ്യ വിസ്മയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാരും പോയി കാണണം. പ്രഭാസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തിരിച്ചുവരവാണിത്. 1000 കോടിയിൽ അടിക്കും. പ്രഭാസ് ഇത് കണ്ടിട്ട് നമ്മൾ ഇനി വിളിക്കും. അപ്പൊ എന്തായാലും ഗംഭീര പടമാണ്. എല്ലാരും തിയേറ്ററിൽ പോയി കാണണം. ഗംഭീരം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 1000 കോടി ഒന്നല്ല, അതിൽ മേലെ ഉറപ്പാണ്. ഗംഭീര പടം. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കമൽഹാസന്, അമിതാഭ് ബച്ചനൊക്കെ കാണുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ല.
സെക്കൻഡ് പാർട്ടിൽ ഇനി എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും വരും. ഇന്ത്യൻ സിനിമയിൽ എല്ലാവരും സെക്കൻഡ് പാർട്ടി ഉണ്ടാവും. ഓക്കെ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. എങ്ങനെയുണ്ട് എല്ലാവരും അഭിനയം? എങ്ങനെയാണ്? പ്രഭാസിന്റെ ഒരു കമ്പാക്ക് തന്നെയാണ്. പ്രഭാസ് എല്ലാ സിനിമയിലും എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഇതിനകത്ത്. സെക്കൻഡ് ഹാഫിലാണ് പുള്ളി കയറി വന്നത്. ഇതിനകത്ത് അമിതാഭ് ബച്ചനാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയത്. അല്ല, നമ്മുടെ മലയാളത്തിൽ നിന്ന് കുറെ ആർട്ടിസ്റ്റുകളുണ്ടല്ലോ, എങ്ങനെയുണ്ട് അവരുടെ അഭിനയം? എങ്ങനെയുണ്ടായിരുന്നു? ഇതിനകത്ത് ശോഭനയുടെ ഒരു ക്യാരക്ടർ അടിപൊളിയായിരുന്നു. മാസമായിട്ട് കാണിക്കുന്നുണ്ട്. തുറന്നാണ് ചെയ്ത പോലെ അല്ല, പെട്ടെന്ന് ഒരു മാസ് ക്യാരക്ടറായിരുന്നു ഇതിനകത്ത്. പിന്നെ അന്നാവന്നുണ്ട്. എല്ലാവരും അറിയുന്നു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ഉള്ള എലമെന്റ് ഉണ്ടോ? ആ ഉണ്ട്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ കാണണം. VFX ഒക്കെ എങ്ങനെയുണ്ട്? VFX അടിപൊളിയാണ്. ഇപ്പൊ ആദിവാസി അത്രയും ബഡ്ജറ്റിലെടുത്തിട്ട് ബോറായി, ഇത് അതേ ബഡ്ജറ്റിലാണെന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു. ഇത് മലയാളത്തിലേക്ക് ഡബ് ചെയ്തപ്പോൾ വർക്കൗട്ട് ആയോ? കാരണം ആദ്യത്തെ ഒരു പോർഷൻ ഒരു കുഴപ്പമില്ലാത്തൊരു രീതിയിലാണ്, പിന്നെ അടിപൊളിയായി. സെക്കൻഡ് പാർട്ട് വെയിറ്റ് ചെയ്യാനുള്ള എലമെന്റ് ഉണ്ടോ? ആ, കമൽഹാസന്റെ ഒരു ഇത് ലാസ്റ്റ് വെച്ചിട്ടാ പോണേ. എക്സൈറ്റ് ആണോ? ആ, അതെ.